വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന വലിപ്പത്തിൽ കുള്ളന്മാരായ ചുവന്ന തീ ഉറുമ്പുകൾ അല്ലെങ്കിൽ ഫയർ റെഡ് ആൻസിന്റെ വേദനാജനകമായ കടി എന്നത് തീ കത്തുന്ന പോലെയുള്ള വികാരമാണ് നമ്മളിൽ ഉണ്ടാക്കുക. അതിനാലാണ് ഇവയെ ഫയർ ആൻസ് എന്ന് വിളിക്കുന്നത്. ജിഞ്ചർ ആൻസ്, ട്രോപ്പിക്കൽ ഫയർ ആൻസ് എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഇവ മറ്റു പല ഉറുമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കടിക്കുകയും പിന്നീട് ആ മുറിവിലേക്ക് അവയുടെ ആസിഡ് സ്വഭാവമുള്ള വിഷം തളിക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവ നമ്മളെ കടിക്കുന്നത് അവയ്ക്കൊരു പിടി ലഭിക്കാനായിട്ടെന്നു മാത്രം. ഇളം ചെടികൾ, പ്രാണികൾ, വിത്തുകൾ എന്നിവ ഭക്ഷണമാക്കുന്ന ഇവ മിക്ക ജീവികളെക്കാളും ആക്രമണാസക്തമായതിനാൽ മറ്റു പല ജീവിവർഗങ്ങളും ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ നിന്നും അകന്നാണ് ജീവിക്കുക. എന്നിരുന്നാലും ലൈക്കിനിടെ, റിയോഡിനിസെ എന്നീ ഇനം ചിത്രശലഭങ്ങളുമായി ഇവ പരസ്പര സഹായത്തോടെ ജീവിക്കുകയും ചെയ്യാറുണ്ട്. ഈ ചിത്രശലഭങ്ങളുടെ ലാർവകൾ പുറപ്പെടുവിക്കുന്ന മധുരമുള്ള സ്രവം ഈ ഉറുമ്പുകളുടെ ഇഷ്ടഭക്ഷണമാണ്. അതിനാൽ പകരമായി ഈ ഉറുമ്പുകൾ അവയുടെ പ്യൂപ്പ ഘട്ടത്തിൽ ആ ചിത്രശലഭങ്ങളെ സംരക്ഷിക്കാറുമുണ്ട്. തണുപ്പ് പോലെയുള്ള അതികഠിനമായ സാഹചര്യങ്ങളെ പോലും അതിജീവിക്കാൻ കഴിവുള്ള ഫയർ ആൻസിന് പ്രതിരോധ ശേഷിയും വളരെ കൂടുതലാണ്. 2017 ടെക്സാസിലുണ്ടായ ഹാർവി ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും 1,00,000-ഓളം ഫയർ ആൻസിന്റെ കൂട്ടങ്ങൾ ജലത്തിന്റെ ഉപരിതലത്തിലായി കൂട്ടമായി ഒരു ബോൾ പോലെ പിടിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഇവയുടെ പ്രതിരോധ ശേഷി ശാസ്ത്രലോകത്തെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. കൂടാതെ മറ്റൊരു അതിശയിപ്പിക്കുന്ന സംഭവം ഇതാണ്: ഒരു സ്കൈ ഡൈവറിന്റെ ജീവൻ നിലനിർത്താനും ഫയർ ആൻസിന് കഴിഞ്ഞിട്ടുണ്ട്. 1999 നടന്ന ഒരു സ്കൈ ഡൈവിംഗിൽ ജോൺ മുറേയ്ക്ക് തന്റെ പാരച്യൂട്ടുകൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയാതെ വന്നതിനാൽ മണിക്കൂറിൽ 80 മൈൽ വേഗതയിൽ 14,500 അടി ഉയരത്തിൽ നിന്ന് വീണത് ഫയർ ആൻസിന്റെ കൂടിന് മുകളിലായാണ്. തുടക്കത്തിൽ ഉറുമ്പുകൾ ഇവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ആക്രമണം ഇവരെ അവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ കഴിഞ്ഞു. ഉറുമ്പിന്റെ കുത്തിൽ നിന്നും ഇവരുടെ ശരീരത്ത് കയറിയ വിഷം അവളുടെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും മെഡിക്കൽ ഹെൽപ്പ് ലഭിക്കുന്നതുവരെ അവരുടെ ഹൃദയമിടിപ്പ് നിലനിർത്താനും കഴിഞ്ഞു എന്നത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം കൂടിയാണ്. മധ്യ തെക്കേ അമേരിക്ക പോലെയുള്ള ലോകത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വടക്കേ അമേരിക്കയിലും കാണപ്പെടുന്ന ഇവയുടെ മിക്ക വർഗ്ഗങ്ങളും പൊതുവെ ആളുകളെ ശല്യപ്പെടുത്താറില്ല. എന്നാൽ അമേരിക്കയിൽ കാണപ്പെടുന്ന റെഡ് ഇമ്പോർട്ടഡ് ഫയർ ആൻസ് എന്ന ഇനം ആക്രമണകാരിയുമാണ്. സൊളനോപ്സിസ് ജനുസിൽ ഉൾപ്പെടുന്ന ഫയർ ആൻസിൽ 200-ലധികം സ്പീഷീസിനെ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചുവപ്പ് കലർന്ന ബ്രൗൺ നിറമുള്ള ഇവയ്ക്ക് 2 മുതൽ 6 മില്ലിമീറ്ററാണ് സൈസ്. നദീതീരങ്ങൾ, കുളങ്ങളുടെ തീരങ്ങൾ, വെള്ളമുള്ള പുൽത്തകിടികൾ എന്നിവിടങ്ങളിലായി ഈർപ്പമുള്ള പ്രദേശങ്ങൾക്ക് സമീപത്തായി തുറസായ സ്ഥലങ്ങളിൽ തടി, പാറകൾ, കട്ടകൾ തുടങ്ങിയവയുടെ അടിയിലാണ് ഇവ കൂടുകൂട്ടുന്നത്. അതിനാൽ തന്നെ ഇവയെ പുറമേ കാണാനും സാധിക്കില്ല. ഇത്തരത്തിൽ ഉറുമ്പുകളുടെ വൈവിധ്യവും രസകരവുമായ ജീവിത രീതികൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.